നമസ്കാരം. നമുക്കൊരു ടൂറിസം മന്ത്രിയുണ്ട്, ബഹുമാന്യനായ PA മുഹമ്മദ് റിയാസ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ വിവാഹം കഴിച്ചതിനു ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ജയിക്കുമെന്നുറപ്പുള്ള ബേപ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഒരു സീറ്റ് കിട്ടി. മത്സരിച്ചു, ജയിച്ചു, മന്ത്രിയായി. 2 പണം വാരി വകുപ്പുകളും കിട്ടി, പൊതുമരാമത്തും പിന്നെ ടൂറിസവും. ഇതൊരാമുഖം. നിങ്ങളിൽ പലരും തിരുവനന്തപുരത്തെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ഗൂഗിളിൽ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിനെ കുറിച്ച് തിരഞ്ഞാൽ ഇങ്ങനെ കാണാം: ലോകമെമ്പാടുമുള്ള പ്രകൃതി സ്നേഹികളുടെ ഇടയിൽ കേരളത്തിലെ മഹത്തായ കായലുകൾ ഐതിഹാസികമാണ്. തിരുവനന്തപുരത്ത് പച്ചപ്പിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ കായലുകളുടെ ശാന്തമായ സൗന്ദര്യം ആസ്വദിക്കാം. ശാന്തമായ ബോട്ട് സവാരി നടത്താം. ഇതൊക്കെ കണ്ടുകൊണ്ട് ആക്കുളം കായലിൽ ബോട്ട് സവാരി നടത്താമെന്ന് കരുതി കുടുംബത്തെയും കൂട്ടി ചാടി പുറപ്പെടരുത്. ആക്കുളത്ത് ബോട്ടിംഗ് നടന്നിരുന്ന കായലിലെ സ്ഥിതി ഇതാണ്, കാണുക. ആക്കുളം കായലിന് ഏകദേശം 8 ഹെക്ടർ വിസ്തൃതിയുണ്ടെന്നാണ് കണക്ക്. ദേശാടന പക്ഷികൾ ഉൾപ്പെടെയുള്ള നിരവധി സസ്യജന്തുജാലങ്ങളുടെ സങ്കേതവും പ്രകൃതിദത്ത ആവാസ കേന്ദ്രവുമായിരുന്നു ഒരിക്കൽ ആക്കുളം. ആഫ്രിക്കൻ പായൽ നിറഞ്ഞ് മലിനമായി കിടക്കുന്ന ആക്കുളം കായലിന്റെ ഇന്നത്തെ അവസ്ഥ ദയനീയമാണ്. ആക്കുളം കായലിന്റെ ഒരു ഭാഗം കയ്യേറി ഒരു പ്രശസ്ത ഫ്ളാറ്റ് നിർമ്മാതാവ് പോത്തിനെ വളർത്തുന്നു. ഓരോ ദിവസവും ആ കയ്യേറ്റത്തിന്റെ വിസ്തൃതി വർദ്ധിച്ചു വരികയാണെങ്കിലും അധികൃതർ ഇത് കണ്ടമട്ടില്ല. 1.25 കോടി ചെലവിട്ട് നിർമ്മിച്ച കണ്ണാടിപ്പാലം സന്ദർശകർക്ക് തുറന്നു കൊടുക്കുന്നതിന് മുമ്പേ തന്നെ അകാല ചരമം പ്രാപിച്ചു. വൃത്തിഹീനമായി കിടക്കുന്ന ആക്കുളം കായൽ നമ്മുടെ ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയുടെ 1ാം തരം അടയാളപ്പെടുത്തൽ കൂടിയാണ്.